അത്യുന്നതനായ ദൈവത്തെ സ്തുതിക്കുന്നു. ആദരണീയരായ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങളും അറിയിക്കുന്നു. പിന്നെയും നമ്മൾ ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവവചന പഠനത്തിനായിട്ട് അടുത്തു വന്നിരിക്കുന്നു. അത് നമ്മുടെ ആത്മീയ പരിപോഷണ കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ നാളുകളിലൊക്കെ പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കുവാൻ, പലരും തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും ദൈവസ്നേഹത്തിൽ നമുക്ക് പരസ്പരം കരുതുവാൻ ഒക്കെ ദൈവം അവസരം നൽകിയതിനാൽ അവിടുത്തേക്ക് മഹത്വം അർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ രാത്രി അല്പസമയമേ ഇനി നമുക്കുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിലേക്ക്, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് തന്നെ തിരിയാം. നാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അതിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളിലൂടെ രണ്ടാമത് യാത്ര ചെയ്യുകയായിരുന്നു. 9 വരെയുള്ള വാക്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ അവശേഷിക്കുന്നെങ്കിൽ ചോദിച്ചാലും, ഇല്ലെങ്കിൽ നമുക്കിന്ന് 10ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ചോദ്യങ്ങളൊന്നും അങ്ങനെ ഇല്ല എങ്കിൽ നമുക്ക് 10ാം വാക്യം വായിക്കാമല്ലോ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണബോധനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. നമുക്കവിടെ ഈ 10ാമത്തെ വാക്യത്തിനകത്ത് പ്രധാനമായും 3 വ്യക്തികളെ അല്ലെങ്കിൽ വ്യക്തി സമൂഹങ്ങളെ കാണാം. ഒന്ന്, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. അതാരാ? കർത്താവായ യേശു അല്ല. പിതാവായ ദൈവം. അത് പിതാവായ ദൈവത്തെ കുറിച്ചുള്ള പ്രസ്താവനയാണ്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ, അത് പിതാവായ ദൈവമാണ്. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, രണ്ടാമത് നാം അവിടെ കാണുന്നത് ഒരു സമൂഹത്തെയാണ്. ആദ്യം കാണുന്നത് ഒരു വ്യക്തിയെയാണ്. രണ്ടാമത് നാം കാണുന്നത് ഒരു സമൂഹത്തെയാണ്. പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സമൂഹം, പുത്രന്മാരെന്ന് സംബോധന ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാർ. അതാരാണ്? അനേകം രക്ഷിക്കപ്പെട്ട നമ്മളൊക്കെ. പൊതുവെ പറഞ്ഞാൽ മനുഷ്യ സമൂഹം. 2-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങളിൽ നമ്മൾ കണ്ട ആദാമ്യവർഗത്തിൽപ്പെട്ടവർ,
8-ാം വാക്യത്തിന്റെ ഒടുക്കം നമ്മൾ കണ്ട വീഴ്ച വന്നുപോയ മനുഷ്യവർഗം. 9-ാം വാക്യത്തിൽ നമ്മൾ കണ്ട യേശുക്രിസ്തു ആർക്കു വേണ്ടി മനുഷ്യനായി വന്നോ, യേശുക്രിസ്തു ആർക്കു വേണ്ടി തൻ്റെ ജീവനെ അർപ്പിച്ചുവോ, ക്രിസ്തു ആർക്കു വേണ്ടി മരണം ആസ്വദിച്ചുവോ, യേശുക്രിസ്തു ആർക്കു വേണ്ടി മരണം അനുഭവിച്ചുവോ, ആ മനുഷ്യ സമൂഹം, പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞാൽ വിശുദ്ധന്മാർ, ഒന്നും കൂടെ എടുത്തു പറഞ്ഞാൽ പുതിയ നിയമ സഭ, അതാണ് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അഥവാ തേജസ്സിലേക്ക് നടത്തപ്പെടുന്ന ദൈവത്തിൻ്റെ പുത്രന്മാർ. പൊതുവെ അത് മനുഷ്യ സമൂഹം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കൃത്യതയോടെ, സ്പെസിഫിക്കലി, that is the saints, the New Testament saints, പുതിയ നിയമ സഭ, വിശുദ്ധന്മാർ. സ്തോത്രം. അതാണ് 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന 3 പ്രധാനപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ സമൂഹങ്ങളിലെ 2ാമത്തെ വകുപ്പ്. 1-ാമത്തേത് ഒരു വ്യക്തിയാണ്, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ പിതാവായ ദൈവം. 2ാമത്തേത് ഒരു സമൂഹമാണ്, മനുഷ്യ സമൂഹം എന്ന് പൊതുവെ വിളിക്കാം. എന്നാൽ പ്രത്യേകാൽ തേജസ്സിലേക്ക് നടത്തപ്പെടുന്ന വിശുദ്ധന്മാരുടെ കൂട്ടം. 3ാമത് നമുക്ക് വീണ്ടും ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയെ നമ്മൾ അവിടെ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ ലേഖകൻ പരിചയപ്പെടുത്തുന്നത്, നമ്മുടെ രക്ഷാനായകൻ. ആരുടെ രക്ഷാനായകൻ എന്നാണ് പറയുന്നത്? നമ്മുടെ ജനത്തിന്റെ രക്ഷ. അവിടെ ആ വാക്യത്തിൽ പറയുന്നതനുസരിച്ച് വേണം. Captain of our salvation. Yeah, whose? ആരുടെ? അനേകം പുത്രന്മാർ തേജസ്സിലേക്ക് നടത്തുന്ന രക്ഷ. തേജസ്സിലേക്ക് നടത്തപ്പെടുന്ന ദൈവത്തിന്റെ പുത്രന്മാരുടെ രക്ഷാനായകൻ. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരുടെ രക്ഷാനായകൻ? അവിടെ പറയുന്നു അവരുടെ രക്ഷാനായകനെ. ആരുടെ? സ്തോത്രം. പിതാവായ ദൈവത്താൽ തേജസ്സിലേക്ക് നടത്തപ്പെടുന്ന ദൈവപുത്രന്മാരുടെ രക്ഷാനായകൻ. അതാരാണെന്ന് കണ്ണുമടച്ച് നമുക്ക് പറയാം, അല്ലെ? കർത്താവായ യേശുക്രിസ്തു. സ്തോത്രം. അവിടെ സന്ദേഹത്തിന് വകയില്ല. അപ്പോൾ നമുക്ക് ഈ വാക്യത്തിൽ കാണുവാൻ കഴിയുന്ന 2 വ്യക്തികൾ, പിതാവായ ദൈവവും രക്ഷാനായകനായ ക്രിസ്തുയേശു. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു സമൂഹം ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സമൂഹം. സ്തോത്രം. ഇവിടെ ഇവിടെ ഓരോരുത്തരുടെയും ഫങ്ഷൻസ്, പ്രവർത്തികൾ കണ്ടോ? എന്താണ് പിതാവ് ചെയ്യുന്നത്? പിതാവ്
അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. അഥവാ നമ്മുടെ തേജസ്സിനായി പിതാവായ ദൈവം ഒരു മുന്നൊരുക്കം നടത്തി. സ്തോത്രം. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. 1 Corinthians 2:9. ഒന്ന് കൊരിന്ത്യർ 2:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. സ്തോത്രം. പൗലോസ്ലീഹ യെശയ്യാ പ്രവാചകനിൽ നിന്ന് എടുത്തുദ്ധരിക്കുകയാണ്. 64:4 64-ന്റെ 4-ാം വാക്യമാണ് പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്ന് വെച്ചാൽ ദൈവം, നമ്മളിപ്പോൾ എബ്രായർ 2:10 1 കൊരിന്ത്യർ 2:9 കൂടെ ഒന്ന് ചേർത്ത് വെച്ച് പറയുകയാണ്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ ദൈവം തന്നെ സ്നേഹിക്കുന്ന അനേകം പുത്രന്മാർക്കു വേണ്ടി ഒരു കരുതൽ നടത്തിയിരിക്കുന്നു. കരുതിയിട്ടുള്ളത്, ഒരു കരുതൽ നടത്തിയിരിക്കുന്നു. There is a provision by the Father for the sons. സ്തോത്രം. ഇവിടെ ആണും പെണ്ണും ഷണ്ണനും, ഓക്കെ, 3 ജെൻഡർ ആണല്ലോ ഇന്ന് നമുക്കുള്ളത്. സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്, നപുംസകം അഥവാ ഷണ്ണന്മാരുണ്ട്. അത് ഇന്നത്തെ സ്വവർഗ പ്രേമികളെ കുറിച്ചല്ല പറയുന്നത്. വേദപുസ്തകം തന്നെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. പുതിയ നിയമത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് 3 വിധത്തിലെ ഷണ്ണന്മാരുണ്ടെന്ന്. പ്രകൃതിയ ഷണ്ണന്മാരായി പിറന്നവരുണ്ട്, മനുഷ്യർ ഷണ്ണന്മാർ ആക്കിയവരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ സ്വയം ഷണ്ണന്മാരാക്കിയവരും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് സ്വാഭാവികമായും ഷണ്ണന്മാരായി ജനിച്ചവരെ കുറിച്ചാണ്. അപ്പോൾ സ്ത്രീയെയും പുരുഷനെയും ഷണ്ണനെയും ഒരുപോലെ ചേർത്ത് നമുക്ക് ഈ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നാണ്. വിശുദ്ധന്മാരെ വേദപുസ്തകം പുതിയ നിയമം സംബോധന ചെയ്യുന്ന ഒരു പ്രധാന പ്രയോഗമാണ് സൺസ്, പുത്രന്മാർ, ദൈവത്തിൻ്റെ പുത്രന്മാർ. ദൈവത്തിൻ്റെ പുത്രന്മാർ. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ പുത്രന്മാർക്കായി ദൈവം ഒരു കരുതൽ നടത്തിയിരിക്കുന്നു. God has made a provision for the sons of God. In the sons, it is despite gender, only God's children
are considered. അപ്പോൾ ദൈവത്തിന്റെ മക്കൾക്കായി ഒരു കരുതൽ. എന്താണ് ദൈവം കരുതിയിട്ടുള്ളത്? സ്തോത്രം. നമ്മൾ കുഴിച്ചിട്ടില്ലാത്ത കിണറുകളാണോ? നമ്മൾ നട്ടിട്ടില്ലാത്ത, നനച്ചിട്ടില്ലാത്ത തോട്ടങ്ങളാണോ? നമ്മൾ പണിതിട്ടില്ലാത്ത വീടുകളാണോ? നമ്മൾ ടാക്സ് കൊടുത്തിട്ടില്ലാത്ത വണ്ടികളാണോ? അല്ല. നമ്മൾ പൊതുവെ ഈ വാക്യത്തിൽ നിന്ന്, അനുബന്ധ വാക്യങ്ങളിൽ നിന്നും ഈ സന്ദേശമാണ് കേൾക്കാറുള്ളത്. ഇസ്രായേൽ മക്കളോട് ദൈവം അതിൽ ചിലതൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. കനാൻ നാട്ടിലേക്ക്, വാഗ്ദത്ത ദേശത്തേക്ക് ഇസ്രായേൽ മക്കളെ ദൈവം കൊണ്ടുപോകുമ്പോൾ അവരോട് ദൈവം പറഞ്ഞ പ്രയോഗങ്ങളാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. നിങ്ങൾ നട്ടിട്ടില്ലാത്ത തോട്ടങ്ങൾ, നിങ്ങൾ കുഴിച്ചിട്ടില്ലാത്ത കിണറുകൾ, നിങ്ങൾ കെട്ടിയുണ്ടാക്കിയിട്ടില്ലാത്ത വീടുകൾ, അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ദൈവം അതിനൊക്കെ നിങ്ങളെ അവകാശികളാക്കാൻ കൊണ്ടുപോവുകയാണ് എന്ന് ഇസ്രായേൽ ജനത്തോട് മോശ മുഖാന്തരം ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് നമ്മുടെ ജീവിതവുമായിട്ട്, പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 2:9 വാക്യത്തെ ആസ്പദമാക്കി അവകാശപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെയുള്ളതൊന്നുമല്ല ദൈവം നമുക്കായിട്ട്, അഥവാ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായിട്ട്, അതുമല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾക്കായിട്ട് കരുതിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ട്? എന്തെന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളത് എങ്ങനെയുള്ള കാര്യങ്ങളാ? നിത്യമായ. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 1 കൊരിന്ത്യർ 2:9 വാക്യം അടിസ്ഥാനപ്പെടുത്തി, which no one has seen or heard. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതും. ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെയും സങ്കല്പത്തിൽ പോലും, ഭാവനയിൽ പോലും ഉണ്ടായിട്ടില്ലാത്തത്. സ്വപ്നത്തിൽ കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? നമ്മൾ പറയാറുണ്ടല്ലോ, സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? ആരും ഇതുവരെ കാണാത്തത്, കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്ത എന്തെങ്കിലും ഈ സൂര്യന് കീഴെ, ആകാശത്തിന് കീഴെ ഏതെങ്കിലും ലോകത്തിലുണ്ടോ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവം, ആവർത്തിക്കുന്നു, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ പിതാവായ ദൈവം തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് ഈ ആകാശ അല്ലെങ്കിൽ സൂര്യന് കീഴെ ഉള്ള കാര്യങ്ങൾ ഒന്നുമേ അല്ല. സ്തോത്രം. എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു, പിതാവായ ദൈവം നമ്മെ അനേകം പുത്രന്മാരെ
തേജസ്സിലേക്ക് നടത്തുകയാണെന്ന്. ഉം. വീണ്ടും നമുക്കൊന്ന് പോകാം കൊരിന്ത്യർ ലേഖനത്തിലേക്ക്. അവിടെ നമ്മൾ കണ്ടു, നമ്മൾ വായിച്ചു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി തന്നെ, റോമാലേഖനത്തിലും അതിന് സമാനമായ പ്രയോഗം ഉണ്ടെന്ന് നമുക്കറിയാം, ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതൊന്നും ഈ ഭൂമിയിലേതല്ലെന്ന്, ആകാശത്തിന് കീഴേ ഉള്ളതല്ലെന്ന് നമ്മൾ ആ വാക്യത്തിന്റെ തന്നെ അടിസ്ഥാനത്തിൽ കണ്ടു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി, ദൈവത്തിൻ്റെ മക്കൾക്കായി ദൈവം ഒരുക്കിയിട്ടുള്ളത് എന്താണ്? എന്താണ് ദൈവം ഒരുക്കിയിട്ടുള്ളത്? ഓക്കെ, it is the crucifixion of our Lord Jesus Christ. നിത്യത. നിത്യത, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും. ഓക്കെ, ക്രിസ്തുവിനെ തന്നെ പ്രാപിക്കുന്നത്. ക്രിസ്തുവിനെ തന്നെ നമുക്കായിട്ട് ഒരുക്കി. തിരസ്കരിക്കപ്പെട്ട ശരീരവുമായി ക്രിസ്തുവിനോട് കൂടെയുള്ള നിത്യത. ഈ പറഞ്ഞതെല്ലാം തന്നെ ശരിയാ, ഒന്നും തെറ്റല്ല. എന്നാൽ വേദപുസ്തക വ്യാഖ്യാന നിയമമനുസരിച്ച് നമുക്ക് ആ ഭാഗത്ത് തന്നെ പോയി അവിടുത്തെ പദപ്രയോഗങ്ങൾ തന്നെ പെറുക്കിയെടുക്കാം. ഒന്ന് കൊരിന്ത്യർ 2-ാമത്തെ അധ്യായത്തിലേക്ക് തന്നെ നമുക്ക് പോയാൽ അവിടുത്തെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകും. ഒന്ന് തൊട്ട് എന്താ പറഞ്ഞേ? അതിന്റെ 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, കൊരിന്തിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ വേറെ ഒന്നും അറിയാത്തവനായി അവരുടെ ഇടയിൽ ഇരിപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ 6-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. അതിനെ വീണ്ടും പൗലോസ് വ്യക്തമാക്കുന്നു, ഏത് ജ്ഞാനമല്ല. ഈ ലോകത്തിന്റെ പ്രമുഖന്മാരുടെ ജ്ഞാനമല്ല. സ്തോത്രം. ലോക സൃഷ്ടി 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് എന്തല്ലെന്ന്. ഒന്ന്, ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല. പിന്നെ നശിച്ചു പോകുന്ന ഈ ലോകത്തിലെ ജ്ഞാനവുമല്ല. പിന്നെന്താണ് ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നത്? God's wisdom. ജ്ഞാനമർമ്മമായി ഞങ്ങൾ ലോക സൃഷ്ടിക്ക് മുമ്പേ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻപിരുന്നെങ്കിലും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം. സ്തോത്രം. അവിടെ കണ്ടോ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായിട്ട് ഒരുക്കിയിട്ടുള്ള 2 പ്രധാന കരുതലുകൾ. 2 major provisions
നിങ്ങൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ ആണ്. പക്ഷെ നമ്മൾ അക്ഷരീയമായി ഈ ഭാഗങ്ങളെ വ്യാഖ്യാനിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി കരുതിയിരുന്നു, കരുതിയിട്ടുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ 7-ാം വാക്യത്തിൽ വായിച്ചു, നമ്മുടെ തേജസ്സിനായി മുന്നൊരുക്കിയത്. നമ്മുടെ തേജസ്സിനായി. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി എന്താണ് മുൻകരുതിയത്, മുന്നൊരുക്കിയത്? തേജസ്. തേജസ്. അത് തന്നെയാണ് എബ്രായർ 2:10 നമ്മൾ വായിച്ചത്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ഈ തേജസ്സിന്റെ കരുതൽ ദൈവം തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി പണ്ടേ ഒരുക്കി വെച്ചു. എപ്പോൾ? ലോകം സൃഷ്ടിക്കുമ്പോൾ. മുന്നേ 1 കൊരിന്ത്യർ 2:7 നമ്മൾ വായിച്ചു, ലോക സൃഷ്ടിക്ക് മുമ്പ്. In the past eternity, before the creations were made, before God laid the foundation of the world, അനാദിയിൽ, ലോക സൃഷ്ടിക്കും മുമ്പേ നമ്മുടെ തേജസ്സിനായി ദൈവം മുന്നൊരുക്കിയ ഒരുക്കത്തെക്കുറിച്ചാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. സ്തോത്രം. നമ്മുടെ തേജസ്, നമുക്ക് വേണ്ടി തേജസ് ദൈവം മുന്നൊരുക്കി. എന്നിട്ട് എബ്രായ ലേഖകൻ പറയുന്നു, നമ്മെ അത് അവിടേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ നമ്മൾ എവിടേക്ക് പോകുന്നവരാണ്? ദൈവ തേജസ്സിലേക്ക് മാർച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. സ്തോത്രം. അപ്പോൾ നമ്മുടെ തേജസ്സിനായിട്ടുള്ള ഒരുക്കം, അല്ലെങ്കിൽ തേജസ്സിന്റെ ഒരുക്കം, ഞാൻ പറഞ്ഞല്ലോ, 2 കരുതലുകളാണ് നമുക്കായി ദൈവം ഒരുക്കിയത്. അതിൽ ഒന്നാണ് തേജസ്. തേജസ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം മാത്രം തേജസ് താഴ്ത്തി സൃഷ്ടിച്ചെന്ന് നമ്മൾ കണ്ടു. പക്ഷെ മനുഷ്യന്റെ പാപം നിമിത്തം അതെല്ലാം അവൻ നഷ്ടപ്പെടുത്തി. ദൈവ തേജസ് ഇല്ലാത്തവരായി മനുഷ്യർ മാറി. എന്നാൽ ആ നഷ്ടപ്പെട്ട തേജസ്സിനേക്കാൾ അധികം തേജസ് നാം പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഒരു വലിയ തേജസ്സിന്റെ മുന്നൊരുക്കം നടത്തി. നാം ഇന്ന് ആ തേജസ്സിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നവരാണ്. 2 കൊരിന്ത്യർ 3:18 കൂടെ ഇതിനോട് ചേർത്ത് വായിച്ചാട്ടെ. 2 Corinthians 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി
നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതേ തേജോ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. സ്തോത്രം. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നാം തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നാമത്തെ കരുതൽ തേജസ്സിന്റെ കരുതൽ. രണ്ടാമത്തെ കരുതലോ സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ നമുക്ക് വേണ്ടി അനേകം പുത്രന്മാർക്ക് വേണ്ടി കരുതിയ രണ്ട് കരുതലുകളിൽ ഒന്ന് നിത്യ തേജസ്സിന്റെ കരുതൽ എന്ന് നമ്മൾ കണ്ടു. രണ്ടാമത്തേതോ ബഹുമാനം. എന്തോ മറഞ്ഞിരുന്ന ദൈവത്തെ ബഹുമാനം. ചാനായകന്റെ അവസ്ഥ. മറഞ്ഞിരുന്ന ദൈവത്തിന്റെ ജ്ഞാനം. സ്തോത്രം. ദൈവത്തിന്റെ ജ്ഞാനം. അത് എന്തുവാ? ദ ഹിഡൻ വിസ്ഡം ഓഫ് ഗാഡ്. മറഞ്ഞിരുന്ന ദൈവത്തിന്റെ ജ്ഞാനം. യേശുക്രിസ്തു. Christ himself, yes. Christ himself. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ, അന്ന് മനുഷ്യരില്ല കേട്ടോ, അന്ന് ലോകമില്ല, ഈ കാണുന്ന യൂണിവേഴ്സ് പ്രപഞ്ചമില്ല. നാമൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു കോണിലെ വെറും പൊടി മാത്രമാണ്. ഏതോ ഒരു കോണിലെ പൊടി മാത്രമാണ്. സ്തോത്രം. പക്ഷേ ഈ ലോകം ഉണ്ടാക്കപ്പെടുന്നതിനു മുമ്പേ നാം ഇല്ല. നാം ദൈവത്തെ സ്നേഹിക്കത്തക്കതുപോലെ നമ്മൾ ഇല്ലാത്ത കാലത്ത് നാം അവനെ സ്നേഹിക്കും എന്ന് തൻ്റെ സർവജ്ഞാനത്തിൽ തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടി അതിപ്രധാനമായ രണ്ട് കരുതലുകൾ നടത്തി. അതിലൊന്ന് നിത്യമായ തേജസ്സിന്റെ കരുതലാണെങ്കിൽ, രണ്ടാമത്തേത് തേജസ്സിന്റെ നായകനായ ക്രിസ്തുവിന്റെ കരുതൽ. ക്രിസ്തുവിനെ തന്നെയാണ് നമുക്ക് വേണ്ടി കരുതിയത്. നമ്മെ തേജസ് ധരിപ്പിക്കുവാനായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ അതിനുവേണ്ടി കർത്താവായ യേശുവിനെ ക്രൂശിൽ യാഗമാക്കാൻ ദൈവം ക്രിസ്തുവിനെയും കരുതി. സ്തോത്രം. അത് രണ്ടും നമുക്ക് ഈ 1 കൊരിന്ത്യർ 2:6 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. അതുപോലെ തന്നെ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലും കണ്ടോ. അവിടെ നമുക്കിത് രണ്ടും കാണാൻ പറ്റും. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ
അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ആ രണ്ട് കരുതലുകളും 10-ാം വാക്യത്തിൽ എബ്രായ ലേഖന കർത്താവ് പറയുന്നു. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. അവരുടെ രക്ഷാനായകൻ ക്രിസ്തുയേശു. അവരുടെ രക്ഷാനായകൻ ക്രിസ്തുയേശുവിനെയും കരുതി. ഈ രണ്ട് കരുതലുകൾ നമുക്ക് വേണ്ടി പിതാവായ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ കരുതിയിരുന്നു എന്ന് നാം കാണുന്നു. സ്തോത്രം. അതാണ് എബ്രായർ 2:10 പറയുന്നത്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സ്തോത്രം. പിതാവായ ദൈവത്തെക്കുറിച്ച് ഇവിടെ വീണ്ടും പരാമർശിക്കുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമാണ് പിതാവായ ദൈവമെന്ന്. സകലത്തിനും കാരണഭൂതൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. സ്തോത്രം. സകലത്തിനും ലാക്കെന്ന് പറഞ്ഞാലോ? ഇംഗ്ലീഷിലെ വാക്യം ഒന്ന് വായിക്കാമോ? 2:10. In bringing many sons and daughters to glory, it was fitting that God, for whom and through whom everything exists, should make the pioneer of their salvation perfect through what he suffered. To whom and through whom everything exists. To whom? ലോകത്തിലുള്ള സകലത്തിൻ്റെയും ലക്ഷ്യം, ലക്ഷ്യം ദൈവമാണ്. സകലത്തിനും കാരണഭൂതൻ. The very source of everything. That also is God himself. സ്തോത്രം. സകലത്തിനും കാരണഭൂതൻ. എല്ലാം ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എല്ലാം ദൈവത്തിങ്കിലേക്ക് ചെന്ന് ചേരുന്നു. Both the source and the purpose are God. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനും ആയവൻ. സ്തോത്രം. അപ്പോൾ പിതാവായ ദൈവത്തിൽ നിന്നുമാണ് സകലവും ഉത്ഭവിക്കുന്നത്. എല്ലാം ദൈവത്തിനു വേണ്ടിയുമാണ്. എന്നാൽ
2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ മനുഷ്യന് വീഴ്ച ഭവിച്ചതോടെ ദൈവത്തിൽ നിന്നും അകന്ന് യാത്ര ചെയ്യാൻ തുടങ്ങി. മനുഷ്യന്റെ ലക്ഷ്യം ദൈവമല്ലാതെയായി. മനുഷ്യന്റെ അഭിലാഷം, ആഗ്രഹം ദൈവം അല്ലാതെയായി. സ്തോത്രം. എന്നാൽ നാം ഒന്ന് തിരിച്ചറിയുന്നു, നമ്മുടെ ഉത്ഭവവും ദൈവത്തിൽ നിന്ന്, നമ്മുടെ സമാപ്തിയും ദൈവത്തിൽ തന്നെയായിരിക്കണം. നാം ആരും വന്നവരല്ല, അയക്കപ്പെട്ടവരാണ്. We have not come by ourselves, but we have been sent by God. Yes, God wants us to reach back to Him. God wants us to keep God Himself as our ultimate goal. നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായി ദൈവത്തെ തന്നെ നാം കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആയതിനായി നമ്മെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ബാക്കി ഭാഗത്തേക്ക് കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമുക്ക് നാളെ എത്തിച്ചേരാം. നാളെ ദൈവം അനുവദിച്ചാൽ നമ്മുടെ പതിവ് സമയത്ത് 8:30 ഇന്ത്യൻ ടൈം വീണ്ടും നമുക്ക് കാണാം. ഇന്ന് രാത്രി നാം കേട്ട ഈ തിരുവെഴുത്തുകളിലൂടെ നമുക്കിന്ന് യാത്ര ചെയ്യാം. നമ്മുടെ കർത്താവിൻ്റെ വരവിങ്കൽ, പ്രത്യക്ഷതയെങ്കിൽ നാമും നമ്മുടെ ക്യാപ്റ്റനായ, രക്ഷാനായകനായ ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടേണ്ടതിന് നമ്മെ നമുക്ക് ഏൽപ്പിക്കാം. അതിനുവേണ്ടി ദൈവം മുന്നൊരുക്കിയ ആ ക്രൂശിനായി, ദൈവത്തിൻ്റെ മറഞ്ഞിരുന്ന ജ്ഞാനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആ ജ്ഞാനത്തെ നമ്മുടെ എല്ലാമായി സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഒരുക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.